ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ബി4 ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു കൺസ്ട്രക്ഷൻ സിമുലേറ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ ഇറ്റാച്ചിയും നമ്മളെ ട്രക്കൊക്കെ കിടക്കുന്നിടത്തോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലൊരു ഗേറ്റ് കിടക്കണം. ആ ഗേറ്റ് നമ്മൾ കടന്നിട്ട് വേണം നമുക്ക് നേരെ ഒരു മലയിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഗേറ്റ് എത്തിയിരിക്കുന്നു. ഇനി ആ കാണുന്ന മലയിലാണ് നമുക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മളിത് പറപ്പിച്ച് വിടുകയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഇനി നമുക്ക് ഈ സൈഡിൽ കിടക്കുന്ന ചെറിയ ഇടുങ്ങിയ റോഡാണ്. ഈ റോഡിൽ കൂടെ വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇത് ചെറിയൊരു ഒരു ഇടുങ്ങിയ വരിക. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഈ കിടക്കുന്ന നമ്മളെ ട്രക്കുകളൊക്കെയാണ്. അവിടെ കോൺക്രീറ്റ് മെഷീനുണ്ട്, പിന്നെ ചെറിയൊരു ട്രക്ക് പോലുണ്ട്, പിന്നെ ക്രെയിനുണ്ട്, പിന്നെ വലിയ കൺസ്ട്രക്ഷൻസൊക്കെ പണിയുമ്പോൾ നമ്മൾ വലിയ ബിൽഡിങ്ങൊക്കെ പണിയുമ്പോൾ കോൺക്രീറ്റൊക്കെ എത്തിക്കുന്ന വലിയൊരു മെഷീനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെറിയൊരു ഓഫ് റോഡാണ് ഇവിടെ, ചെറിയൊരു കുഴിയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ടിറങ്ങുവാണ്. ഇനി നമുക്ക് നേരെ താഴോട്ടിറങ്ങാം. അവിടെയാണ് നമ്മൾ ഇറ്റാച്ചി കിടക്കുന്നത്. ആ സൈഡിലാണ് നമ്മൾ ഇറ്റാച്ചി കിടക്കുന്നത്. അപ്പം നമ്മൾ താഴെ എത്തി. ഇനി നമുക്ക് ഇവിടെ നമ്മളെ ജീപ്പ് നമുക്ക് ഇനി സൈഡിലോട്ട് മാറ്റിയിടണം. നമുക്ക് ഹിറ്റാച്ചി എടുക്കാം. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹിറ്റാച്ചി എടുക്കാം. അപ്പോൾ നമ്മളെ സൈക്കിളിൻ്റെ ഡ്രിഫ്റ്റിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഹിറ്റാച്ചി എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഹിറ്റാച്ചി എടുത്തു. ഇനി നമുക്ക് ഹിറ്റാച്ചി സ്റ്റാർട്ട് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് മാറ്റി ഇനി നമുക്ക് നേരെ മണ്ടയ്ക്കോട്ട് പോകാം. നമ്മൾ മുമ്പ് കണ്ട ട്രക്കൊക്കെ കടന്നതിൻ്റെ അവിടെ ചെല്ലാം. നമുക്ക് കുറച്ച് നിരപ്പൊക്കെ ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരെ വണ്ടി തിരിച്ചു. നമ്മൾ സൈഡായിട്ടാണ് നമ്മൾ പതുക്കെ തിരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നേരെ മണ്ടക്കോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ സൈഡിൽ ഈ സൈഡിൽ ഇപ്പോഴത്തെ വഴി കൂടെ വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മലയിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ മലയുടെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. നമുക്കെന്ത് ചെറിയൊരു കയറ്റം കയറാം. നമ്മൾ നേരെ കയറിയിരിക്കുന്നു. നമ്മളതിൻ്റെ കയറിയെത്തി നമ്മൾ തോന്നുന്നത് നമ്മളെ ട്രക്കുകളൊക്കെ കിടക്കുന്നത്. ഇവിടെ രാജ്യത്ത് ചെറിയ കുരിയായതുകൊണ്ട് നമ്മൾ ഹിറ്റാച്ചിയൊക്കെ തിരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മൾ രണ്ട് സൈഡൊക്കെ നോക്കിയിട്ട് നമ്മൾ ഹിറ്റാച്ചി തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കുറച്ച് ദൂരം നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ക്രെയിൻ്റെ സൈഡിൽ കൂടെ വേണം പോകാൻ. നമ്മളെ വണ്ടിയുടെ സൈഡിലത്തെ ചെയിനൊന്ന് ചെറുതായിട്ട് ചരിഞ്ഞിട്ടുണ്ട്. ഇനി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലത്തെ തുമ്പിക്കൈ വെച്ച് നമുക്കൊന്ന് താഴെ കുത്തി നോക്കാം. നമ്മൾ താഴെ ചെറുതായിട്ട് തുമ്പിക്കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊക്കാൻ നോക്കുക. പക്ഷേ തുമ്പിക്കൈ നമുക്ക് പൊക്കാൻ പറ്റുന്നില്ല. അവിടെ ചെറുതായിട്ട് കുരുങ്ങിക്കിടക്കുകയാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ചെയ്തിട്ടൊന്ന് പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്കിനി നമ്മളെ ക്രെയിൻ കൂട്ടം ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് ആ ക്രെയിനിൻ്റെ സൈഡിലോട്ട് നമുക്ക് തുമ്പിക്കൈ വെച്ച് നമുക്കൊന്ന് മണ്ടക്കൊന്ന് വലിച്ചു നോക്കാം. ചിലപ്പോഴേ കയറത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കയറ്റി നോക്കാം. നമ്മളപ്പോൾ അതിൻ്റെ തുമ്പിക്കൈ സൈഡിലോട്ട് നമ്മൾ കയറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് തള്ളി നോക്കാം. അപ്പോൾ വണ്ടി അനങ്ങുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെയും താഴെ എത്തിയിട്ടുണ്ട്. ഈ ഓരോന്ന് മറ്റേ ബൈക്കിൽ പിടിച്ച് ഇനി കുഴപ്പമില്ല. നമുക്ക് ഇനി സൈഡിൽ കൂടെ പോവാം. അപ്പോൾ നമുക്ക് ആ മല ഒന്നുകൂടെ കയറണം. നമ്മളപ്പോൾ മുമ്പ് പോയ പോലെ നമ്മൾ പിന്നെയും പോവുകയാണ്. നമ്മൾ സൈഡിൽ കൂടെ തിരിഞ്ഞു പോവുകയാണ്. ഇങ്ങനെ തിരിഞ്ഞ് ഇനി നമുക്ക് നേരെ പോവാം. നമുക്കിനി ഇപ്പോഴത്തെ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. ആ വഴി പോയത് കൊണ്ട് നമുക്ക് ചെറിയതായിട്ടൊന്ന് പണി കിട്ടി. നമുക്ക് ഇപ്പോൾ ട്രക്ക് കിടക്കാത്ത വഴി കൂടെ നമുക്ക് പോകാം. പിന്നെ നമുക്ക് ഇറ്റാച്ചി താഴെ കൊണ്ടിട്ടിട്ട് നമുക്ക് ആ ട്രക്കൊക്കെ മാറ്റിയിട്ട് വേണം മണ്ടക്കേറ്റി ആ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഈ സൈഡിലോട്ട് ഒന്ന് കുറച്ച് ദൂരം അങ്ങേ അറ്റം കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് പാർക്ക് ചെയ്തിടാം. നമുക്ക് നമ്മളെ ക്രെയിനും ട്രക്കും ഒക്കെ മാറ്റണം. നമുക്ക് നേരെ
നമ്മൾ ആ സൈഡിലോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇറ്റാച്ചി കുത്തനെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡിലോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തിടാം. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിടാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും വണ്ടി ഹാൻഡ് ബ്രേക്കൊക്കെ പിടിച്ച് വെച്ച് നമുക്കിനി വണ്ടി ഓഫ് ചെയ്ത് നമുക്കിനി നമ്മളെ ട്രക്ക് എടുക്കണം. നമ്മളെ കോൺക്രീറ്റ് മെഷീൻ ഫസ്റ്റിൽ എടുത്തിട്ട് നമുക്ക് പിന്നെ വണ്ടി അങ്ങോട്ട് താഴോട്ട് കൊണ്ടിടണം. അതേപോലെ എല്ലാ വണ്ടികളും നമ്മൾ മാറ്റിയിടണം. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് എടുക്കണം. കാരണം ഫ്രണ്ടിൽ വണ്ടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് തിരിയത്തില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മളിവിടെ ബാക്കിലോട്ട് പതുക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിലപ്പോൾ 2 പ്രാവശ്യം ഇവിടെ എടുക്കേണ്ടി വരും. കാരണം ഇച്ചിരി 12 വീലിൻ്റെ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ തിരിഞ്ഞ് വരെ ഇച്ചിരി സമയം വേണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി തിരിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിവേഴ്സ് എടുക്കാം. ഫ്രണ്ടിൽ ചെറിയൊരു കുഴി പോലെ ആയതുകൊണ്ട് ചെറിയൊരു പാടാണ്. അപ്പോൾ നമ്മൾ ആ ക്യാബിനൊക്കെ കറന്ന് കുലുങ്ങുന്നു. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് വളച്ചിട്ടുണ്ട്. താഴെ ചെറിയൊരു ഇടി പോലെ. മുമ്പ് നമ്മളെ ക്രെയിൻ അല്ല നമ്മൾ ഇറ്റാച്ചി പെത്ത് കിടന്ന പോലെ മിക്കവാറും നമ്മൾ കോൺക്രീറ്റ് മെഷീനും പെത്ത് കിടക്കും. നമുക്ക് സൈഡിൽ കൂടെ സൂക്ഷിച്ച് പോകണം, സൈഡൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് താഴെ കൊണ്ടിട്ട് തിരിക്കണം. തിരിച്ചിട്ട് വേണം നമുക്ക് പിന്നെ ഈ വരിയിൽ തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ നേരെ ഈ സൈഡ്. അപ്പോൾ ഗായ്സ് നമ്മൾ വണ്ടി തന്നെ താഴെ കുഴി കൊണ്ടിട്ട് തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടി ഇച്ചിരി പാടാണ്. ബ്രേക്ക് പിടിച്ചാലൊന്നും കിട്ടത്തില്ല, തെന്നിപ്പോവും. നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് ബ്രേക്ക് പിടിച്ച് നോക്കാം മാക്സിമം. എന്നാലും ചെറുതായിട്ട് പോയി തെന്നിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ചെറിയതായിട്ട് പായലൊക്കെ ഉണ്ടായത് വണ്ടിയുടെ ബാക്കിലത്തെ ടയർ കാണുന്ന നല്ല രീതി കറങ്ങും. അങ്ങനെ കേട്ടോ. ഇനിയും നമ്മളപ്പോൾ വണ്ടി ഒരു 2-3 വർഷം എടുത്താലേ വന്ന് ചിലപ്പോൾ കയറി പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി കയറുന്നുണ്ട്, വലിയുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫുൾ ഓടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി വഴി പിന്നെയും കയറും. നമ്മൾ ഫുൾ ഓടിച്ച് നമ്മൾ വണ്ടി തിരിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് നമുക്ക് കയറ്റി വെക്കാം. കയറി ഇനി ഇവിടെയാണ് ടാസ്ക്. കാരണം അപ്പുറത്തെ സൈഡ് കുഴിയാണ്, ഇപ്പുറത്തെ സൈഡ് നമ്മളെ ഓരോ വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് ചെറിയ പാറാണ്. അപ്പോൾ നമ്മൾ 2 സൈഡും നമ്മൾ ഗ്ലാസ്സൊക്കെ താഴ്ത്തിട്ടു. അപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ സൈഡാണ് നമ്മളിപ്പം ഈ സൈഡിൽ കൂടെ ചെറുതായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ സൈഡിൽ കൂടെ എടുത്തു. വണ്ടി തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ട് റിവേഴ്സ് എടുത്ത് നമുക്കൊന്ന് സൈഡിൽ കൂടെ പോകാം. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കാം. നമുക്കിനി ഒരു ചെറിയൊരു ട്രക്കും പിന്നെ ഒരു കോൺക്രീറ്റ് മെഷീനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ടാസ്ക് കഴിഞ്ഞു. അതേപോലെ എല്ലാ വണ്ടികളും മാറ്റി കഴിഞ്ഞ് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരെ അപ്പോൾ നമ്മളിതാ ആ ഒരു ട്രക്കും കഴിഞ്ഞു. ഇനി ഒരു ട്രക്കും കൂടെ ഉണ്ട്. ആ ട്രക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കടമ്പകളും കഴിഞ്ഞു. നമ്മൾ നേരെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പണി പാളി, വണ്ടിയുടെ പെട്രോളെല്ലാം പോയി. കുഴപ്പമില്ല, നമുക്ക് പെട്രോൾ അടിക്കാം. നമ്മൾ സൈഡിൽ കൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാ കടമ്പകളും കഴിഞ്ഞു. നമുക്ക് സൈഡിലോട്ട് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിടാം. ഇതേപോലെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. ആദിയിലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ, ആദിയിലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ, ആദിയിലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തന്നാലേ ദാനാദിന തന്നാലും ദാനാ, തന്നാലേ ദാനാദിന തന്നാലും ദാനാ, തന്നാലേ ദാനാദിന തന്നാലും ദാനാ, തന്നാലേ ദാനാദിന തന്നാലും ദാനാ. വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയ യുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയ യുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയ യുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയ യുഗത്തിൽ.
വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ ആദിയില്ലല്ലോ കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയ യുഗത്തിൽ 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 തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ. അപ്പോൾ ഗായ്സ് നമ്മൾ കുറച്ച് വണ്ടികൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രെയിനും കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ വിചാരിച്ചപ്പോൾ നമുക്ക് അത്രയും ലെവലാക്കിയിട്ട് പിന്നെ മാറ്റിയിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നേരെ നമുക്ക് ലെവലാക്കാൻ പോവാം. വണ്ടി അപ്പോൾ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നിപ്പോൾ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്കിനിയും നാളെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മളിതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നാളെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നാളെ നമ്മൾ 4 മണിക്ക് ഇനി ഇടുന്നതായിരിക്കും. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.